എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കണ്ടിന്യൂവേഷനാണ്. ദുബായ് വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വന്നിരിക്കുന്നത് നമ്മൾ JBRലേക്കാണ്. പിന്നെ ബ്ലൂ വാട്ടർ ഐലൻഡ്, പിന്നെ നമ്മൾ മെറീനയും കൂടിയിട്ട് കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇതിൽ എല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും മെറീനയിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് നോക്കി നോക്കാം. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നേരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടേക്ക് വരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അത് ഇങ്ങനെ ലൈറ്റുകളെല്ലാം കാണാൻ പറ്റുക. ഈ ഫെറീസൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോഴല്ലേ ഭംഗി. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ആയിരിക്കും ഇത് ശരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ ദുബായിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റിയ സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയാണ് കേട്ടോ. ഞാൻ എത്തിയത് മാർച്ചിലാണ്. പക്ഷെ അത്യാവശ്യം നല്ല ചൂട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അവർ പറയണത് അതൊന്നും ഒരു ചൂടല്ല എന്നാണ്, പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് അത് ഭയങ്കര ചൂടായിട്ട് തോന്നും കേട്ടോ. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാർച്ച്, ഏപ്രിലിനൊക്കെ മുന്നേ പോയി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു ഡിഫറെൻറ്റ് ഫീല് തന്നെയാണ് ഇവിടേക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ അവർ ഓരോ പ്രാവശ്യം വരുന്ന ആൾക്കാർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അവർ ഒരുക്കി തരുന്നത്. അത് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അയ്യോ ഇവിടെ വന്നിട്ട് പൈസ പോയി എന്നൊരു തോന്നലുണ്ടാവില്ല. നമുക്ക് വെർത്താണ് വന്നതിന്. അത് ഓരോ സ്പോട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വേറെ ഏത് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെയാണ്. നമ്മളെ വാം വെൽക്കം ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളും ഉണ്ടായിരിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവിടേക്ക് വരണം. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നടക്കാനും, ഇത് നമ്മുടെ ഡൗൺ ടൗണിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സിറ്റി വാക്കൊക്കെ ചെയ്തു കേട്ടോ. കുറേ നേരം നമ്മൾ അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ നേരം നമുക്കിങ്ങനെ കാണാനൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ ചിലതൊക്കെ ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പെട്ടെന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നു, അയ്യോ ഇതൊക്കെ വീഡിയോസായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ എന്ന് ഒരു തോട്ട് പിന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ കുറേയൊക്കെ അതിൽ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഞാനും അനിയനും പിന്നെ അവൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. അതൊക്കെ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.